വാദ്രയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്തെല്ലാമാണ്? DLF വിവാദ ഇടപാടാണ് ഒന്ന്. 2011 അഴിമതി വിരുദ്ധ മുന്നേറ്റത്തിന്റെ ഭാഗമായി ആദ്യം ആരോപണം ഉന്നയിച്ചത് കേജ്രിവാളാണ്. DLFിന് രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് 65 കോടിയുടെ പലിശരഹിത വായ്പ സ്വന്തമാക്കി എന്നതാണ് ആരോപണം. DLFിൽ നിന്ന് വിലപേശലുകളിലൂടെ ഏക്കർ കണക്കിന് ഭൂമി വാദ്ര സ്വന്തമാക്കിയെന്നും ബിസിനസ് കരാർ പ്രകാരം നൽകിയ അഡ്വാൻസ് എന്നുമായിരുന്നു DLFിന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം. ബിക്കാനീർ ഭൂമി ഇടപാട് കേസാണ് മറ്റൊന്ന്. 2015 കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ED ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ബിക്കാനീറിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള ഭൂമി വാദ്ര സ്വന്തമാക്കി എന്നതായിരുന്നു ആരോപണം. 69.55 ഏക്കർ ഭൂമി തുച്ഛമായ വിലയിൽ സ്വന്തമാക്കി വലിയ വിലയ്ക്ക് വിറ്റു. ഷെയർ ഉടമകളും കരാറിൽ ഏർപ്പെട്ട കമ്പനിയും വ്യാജമെന്ന് ആയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. മറ്റൊരു ആരോപണം പെട്രോളിയം ഇടപാട് കേസാണ്. 2009 UPA കാലത്ത് ഒപ്പുവെച്ച പെട്രോളിയം കരാറിലൂടെ വാദ്ര ലാഭമുണ്ടാക്കി എന്നതാണ് ആരോപണം. ലാഭമുണ്ടാക്കിയത് അനധികൃത ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്താണ് എന്നായിരുന്നു ED ആരോപിച്ചത്. തുക ഉപയോഗിച്ച് ലണ്ടനിൽ ആഡംബര മേഖലയിൽ 21 കോടി രൂപ മൂല്യമുള്ള ഭൂമി വാങ്ങി. ഇടപാടുകൾ നടന്നത് വിവിധ കമ്പനികൾ വഴിയാണ് എന്നുമായിരുന്നു കണ്ടെത്തൽ. മറ്റൊന്ന് ആയുധ ഇടപാട് വിവാദമാണ്. UPA കാലത്ത് വിവിധ പ്രതിരോധ ഇടപാടുകളിലൂടെ വാദ്ര ലാഭമുണ്ടാക്കിയെന്ന് ആരോപണമുയർന്നു. ഈ പണം ഉപയോഗിച്ച് വാദ്രയും മലയാളി വ്യവസായിയായ കൂട്ടാളി CC തമ്പിയും ഫരീദാബാദിൽ ഭൂമി വാങ്ങി. വാദ്രയും തമ്പിയും പരസ്പരം പണമിടപാടുകൾ നടത്തിയെന്ന് ED കണ്ടെത്തിയിരുന്നു. ആയുധ ഇടപാട് കേസിൽ CC തമ്പിക്കെതിരായ കുറ്റപത്രത്തിലായിരുന്നു പരാമർശം. ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിയുമായി വാദ്രയ്ക്ക് ബന്ധമുണ്ട് എന്നുമായിരുന്നു തമ്പിയുടെ മൊഴിയായി വന്നത്. ED കുറ്റപത്രത്തിൽ റോബർട്ട് വാദ്ര പ്രതിപ്പട്ടികയിൽ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. 2002 ആദ്യമായി വാദ്രയ്ക്കെതിരെ ഒരു ആരോപണം ഉയരുന്നത്. വാദ്ര കുടുംബം നെഹ്റു പാരമ്പര്യം ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കുന്നു എന്നായിരുന്നു അന്നത്തെ ആരോപണം. റോബർട്ട് വാദ്രയുടെ അച്ഛനും സഹോദരനും വിലപേശൽ നടത്തിയെന്നായിരുന്നു ആരോപണം. കോൺഗ്രസ് നേതാക്കൾ തന്നെ സോണിയാഗാന്ധിക്ക് വിവരം കൈമാറുകയും അച്ഛനും സഹോദരനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വാദ്ര നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. മറ്റൊന്ന് സെക്യൂരിറ്റി ചെക്ക് വിവാദമാണ്. വിമാനത്താവളങ്ങളിൽ വാദ്ര സുരക്ഷാ ചെക്കിങ്ങിന് വിധേയനാകുന്നില്ല എന്നതായിരുന്നു വിവാദം. 2015 VVIP സുരക്ഷാ ലിസ്റ്റിൽ നിന്ന് റോബർട്ട് വാദ്രയെ പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. വാദ്ര കുടുംബത്തിലെ ദുരൂഹ മരണങ്ങളും പല കാലത്തായി വാർത്തയായിട്ടുണ്ട്. റോബർട്ട് വാദ്രയുടെ അച്ഛൻ, സഹോദരൻ, സഹോദരി എന്നിവരുടേത് ദുരൂഹ മരണമാണ്. സഹോദരി മിഷേലിൻ്റെ മരണം 2001 ഏപ്രിൽ 16 രാജസ്ഥാനിലെ ആൽവാറിൽ കാർ അപകടത്തിലായിരുന്നു. 2003 സെപ്റ്റംബർ 20 സഹോദരൻ റിച്ചാർഡ് വാദ്രയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 2009 അച്ഛൻ രാജേന്ദ്ര വാദ്രയെ ഡൽഹിയിലെ ഗസ്റ്റ് ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.